നമസ്കാരം. നിളയോർ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ ആദരവോടെ വിട നൽകി രാജ്യം. നിഗംബോധ് ഘട്ടിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി മോദിയും മൻമോഹൻ സിംഗിന് അന്തിമോപചാരമർപ്പിച്ചു. മൻമോഹൻ അമർ രഹേ മുദ്രാവാക്യം വിളിച്ചാണ് പ്രവർത്തകർ മുൻ പ്രധാനമന്ത്രിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. രാവിലെ AICC ആസ്ഥാനത്തെ പൊതുദർശനത്തിന് ശേഷം വിലാപയാത്രയായിട്ടാണ് സംസ്കാരം നടക്കുന്ന യമുനാ തീരത്തെ നിഗംബോധ് ഘട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോയത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, KC വേണുഗോപാൽ, സീതാരാമയ്യ, പ്രിയങ്ക ഗാന്ധി, DK ശിവകുമാർ, മറ്റ് കേന്ദ്ര നേതാക്കൾ, MP മാർ, കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. വൈദ്യുത ലൈൻ ടിപ്പർ ലോറിയിൽ കൊളുത്തി വലിച്ചതോടെ ഇലക്ട്രിക് പോസ്റ്റ് തകർന്നു വീണ് അപകടം. തലനാരിഴയ്ക്ക് ആണ് വൻ അപകടം ഒഴിവായത്. ചാലിശ്ശേരി മുലയംപറമ്പത്തുകാവ് ക്ഷേത്രത്തിന് മുൻവശത്തായി ശനിയാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു അപകടം. ചാലിശ്ശേരി ക്ഷേത്ര മൈതാനത്തിന് സമീപം റോഡരികിലായി ടിപ്പർ ലോറി പാർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ വൈദ്യുത ലൈൻ ലോറിയിൽ കൊളുത്തി വലിക്കുകയായിരുന്നു. തുടർന്നും ലോറി മുന്നോട്ട് നീങ്ങിയതോടെ വൈദ്യുത പോസ്റ്റ് തകർന്നു വീണു. സംഭവ സമയത്ത് റോഡരികിൽ ആളുകളോ മറ്റു വാഹനങ്ങളോ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. അപകടത്തെ തുടർന്ന് റോഡിൽ ഗതാഗത തടസ്സം നേരിട്ടു. പട്ടാമ്പി താലൂക്ക് ആശുപത്രി മൂടിപ്പിടിപ്പിച്ച NSS വിദ്യാർത്ഥികൾ. ചെർപ്പുളശ്ശേരി മലബാർ പോളിടെക്നിക്കൽ കോളേജിലെ NSS സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ചെർപ്പുളശ്ശേരി മലബാർ പോളിടെക്നിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ NSS വളണ്ടിയർമാരുടെ നേതൃത്വത്തിലാണ് പട്ടാമ്പി ഗവൺമെന്റ് ആശുപത്രിയിൽ ശുചീകരണ പ്രവർത്തികൾ നടപ്പാക്കിയത്. കോളേജിലെ NSS സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി കൂടിയായിരുന്നു ഈ ശുചീകരണ പ്രവർത്തനം. ആശുപത്രിയിലെ കട്ടിലുകളും മറ്റു ഉപകരണങ്ങളുമെല്ലാം പെയിന്റിംഗ് ചെയ്ത് മനോഹരമാക്കി. 7 ദിവസം നീളുന്ന പ്രവർത്തനങ്ങൾക്ക് സമാപനവും കുറിച്ചു. മലബാർ പോളിടെക്നിക് ചെർപ്പശ്ശേരിയുടെ ഭാഗമായിട്ട് NSS ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് പട്ടാമ്പി താലൂക്ക് ഹോസ്പിറ്റലിൽ ഒരാഴ്ചയായിട്ട് ഒരു മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളെ റോട്ടറി ക്ലബ്ബ് ഇവരായിട്ട് സഹകരിച്ചിട്ട് ഇവർക്ക് ഫുഡ് ഞങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അപ്പം കുട്ടികളുടെ വർക്കൊക്കെ വളരെ ഗംഭീരമായിട്ട് ഞങ്ങളിപ്പോൾ ഇവിടെ തന്നെ കാണാം. വലിയ ഉത്സാഹത്തോടു കൂടിയായിരുന്നു കുട്ടികളുടെ പ്രവർത്തനം. സമാപനത്തോടനുബന്ധിച്ച് പട്ടാമ്പി റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ ഭക്ഷണ വിതരണവും നടത്തിയിരുന്നു. കോർഡിനേറ്റർ ഖലീൽ, റോട്ടറി ക്ലബ് പ്രസിഡന്റ് വിനോജ് കാവുള്ളിത്തൊടിയിൽ, ഡോക്ടർ ബാലസുബ്രഹ്മണ്യം, മാലിനി ബാലസുബ്രഹ്മണ്യം, സെക്രട്ടറി പാലൂർ രവി മേനോൻ, മുരളീധരൻ വേളേരിമഠം, N മുരളീധരൻ തുടങ്ങിയവരും ഇതിന് നേതൃത്വം നൽകി. പുനർജനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയമാണ് ഞങ്ങൾ ഇപ്രാവശ്യത്തെ ക്യാമ്പിന് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പട്ടാമ്പി താലൂക്ക് ഹോസ്പിറ്റലിനെ ഞങ്ങൾ സമീപിച്ച സമയത്ത് എന്തൊക്കെ വർക്ക് ഇങ്ങനെ ഇവിടെ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ നമുക്ക് കുറച്ച് വർക്കുകൾ തന്നു. അതായത് ഇവിടെ കുറച്ച് കട്ടിലുകൾ, സ്റ്റാൻഡുകൾ, ഷെൽഫുകളൊക്കെ പെയിൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ മെയിനായിട്ട് അവർ പറഞ്ഞ കാര്യമായിരുന്നു, ഇവിടെ കുറച്ച് നമ്മൾ കയറി വരുന്ന സ്ഥലത്ത് തന്നെ കുറച്ചും ഒരു 3 മരമുണ്ട്. അപ്പോൾ 3 മരത്തിൻ്റെ 2 സൈഡിൽ തിട്ട് കെട്ടി കൊടുത്തിട്ട് അവിടെ ആൾക്കാർ ഇങ്ങനെ വരുമ്പോൾ ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി, തണലത്ത് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കണം എന്നുള്ളൊരു ആശയം അവർ പറഞ്ഞ സമയത്ത് നമ്മുടെ കോളേജിൽ സിവിലിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതിലത്തെ കുട്ടികൾ നമ്മുടെ NSS വോളണ്ടിയേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അവരിനെ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് അവർക്കൊരു 10-11 പേരിനെ ഏറ്റെടുത്തിട്ട് നമ്മൾ ഇവിടെ വർക്ക് ചെയ്തു. തിരുമിറ്റക്കോട് കറുകപ്പുത്തൂർ സ്വദേശി ഹൃദയാഘാതത്തെ തുടർന്ന് ദുബായിൽ മരിച്ചു. ഇഞ്ചീരവളപ്പിൽ മമ്മിക്കുട്ടി മകൻ 37 വയസ്സുള്ള ഷെഫീഖാണ് മരിച്ചത്. കഴിഞ്ഞ 16-ന് ദുബായിൽ താമസ സ്ഥലത്ത് വെച്ചുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം വീണ്ടും ഹൃദയാഘാതമുണ്ടായി മരണം സംഭവിച്ചു. 6 മാസം മുമ്പാണ് അവസാനമായി അവധിക്ക് നാട്ടിലെത്തിയത്. ബന്ധുക്കളും സുഹൃത്തുക്കളും ചേർന്ന് വെള്ളിയാഴ്ച രാവിലെ മൃതദേഹം നാട്ടിലെത്തിച്ചു. കറുകപ്പുത്തൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കം നടത്തി. ബിവാത്തുവാണ് മാതാവ്. സുൽഫിയ ഭാര്യയും. അബ്ദുൾ അഹദ്, ഐറിൻ അസ്ഫ എന്നിവർ മക്കളുമാണ്. MT വാസുദേവൻ നായരെ അനുസ്മരിച്ച് ജന്മനാടായ കൂടല്ലൂർ. P മമ്മിക്കുട്ടി MLA ഉൾപ്പെടെയുള്ളവർ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തു. കൂടല്ലൂർ ഗ്രാമത്തെ ലോകത്തിന് പരിചയപ്പെടുത്തിയ MTയെ ജന്മനാടായ കൂടല്ലൂരിൽ കഴിഞ്ഞ ദിവസമാണ് അനുസ്മരിച്ചത്. MTയുടെ വേർപാട് കൂടല്ലൂർ ഗ്രാമത്തെയും നൊമ്പരപ്പെടുത്തിയിരുന്നു. മൗനജാഥയോടെയായിരുന്നു കൂടല്ലൂർക്കാർ അനുസ്മരണ ചടങ്ങിലേക്ക് എത്തിയത്. കൂടല്ലൂർ കൂട്ടക്കടവിലായിരുന്നു അനുസ്മരണ ചടങ്ങ്. MTയെ പരിചയപ്പെട്ടതു മുതലുള്ള സംഭവ വികാസങ്ങൾ വിവരിച്ചായിരുന്നു അനുസ്മരണ ചടങ്ങിൽ P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തത്. MTയുടെ രചനകളിലെല്ലാം കൂടല്ലൂരും ഈ നാട്ടുകാരും ഉണ്ടായിരുന്നുവെന്നും ഈ നാടിന്റെ എഴുത്തുകാരൻ കൂടിയായിരുന്നു അദ്ദേഹമെന്നും മുൻ MLA VT ബൽറാം അനുസ്മരിച്ചു. എല്ലാ നിലയ്ക്കും ഈ നാടിന്റെ കഥാകാരനായിരുന്നു അദ്ദേഹം. എഴുതിയതൊക്കെ അല്ലെങ്കിൽ അതിൽ മഹാഭൂരിപക്ഷവും അല്ലെങ്കിൽ അവിടെയൊക്കെ ഈ നാടുണ്ടായിരുന്നു. ഇവിടുത്തെ മണ്ണുണ്ടായിരുന്നു, ഇവിടുത്തെ പുഴയുണ്ടായിരുന്നു, ഇവിടുത്തെ കുന്നുകളുണ്ടായിരുന്നു, ഇവിടുത്തെ പ്രകൃതി ഉണ്ടായിരുന്നു, ഇവിടുത്തെ സാധാരണ മനുഷ്യരുണ്ടായിരുന്നു.
അവരുടെയൊക്കെ ജീവിതങ്ങളുണ്ടായിരുന്നു. എം ടിയുടെ കഥാപാത്രങ്ങൾ നമുക്ക് പ്രിയപ്പെട്ടവരാവുന്നത് അവരുടെ നായക സങ്കല്പത്തിൻ്റെ പൂർണ്ണതയുടെ അടിസ്ഥാനത്തിലല്ല. ഭരണാധികാരികളുടെ മുൻപിൽ ഒരിക്കലും തലകുനിക്കാത്ത സാഹിത്യകാരൻ കൂടിയായിരുന്നു എം ടി എന്നും അദ്ദേഹം പറഞ്ഞു. അല്ലെങ്കിൽ അവരൊക്കെ അതിമാനുഷരായ കഥാപാത്രങ്ങളായതുകൊണ്ടല്ല, ആ കഥാപാത്രങ്ങളിൽ പലതും നമ്മളൊക്കെ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്, നമ്മളെപ്പോലുള്ളവരായിരുന്നു എന്നുള്ളതാണ്. നമ്മളുടെയൊക്കെ എല്ലാ ദൗർബല്യങ്ങളും ബലഹീനതകളും അസൂയകളും പൊങ്ങച്ചങ്ങളും നമ്മുടെയൊക്കെ മഹത്വാകാംക്ഷകളും നമ്മുടെയൊക്കെ വേദനകളും നമ്മുടെയൊക്കെ നിരാശകളും പലപ്പോഴും നമ്മളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്ന നിസ്സഹായതകളും ഒക്കെ കഥാപാത്ര രൂപത്തിൽ മുന്നിൽ വരുന്നതുകൊണ്ടാണ് ആ കഥാപാത്രങ്ങളെ നമുക്ക് നെഞ്ചേറ്റാൻ സാധിക്കുന്നത്. ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ്, KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP റജീന, ഹമീദ്, T സാലിഹ്, ES ഗോവിന്ദൻ, സജിത ഉൾപ്പെടെയുള്ളവരും എം ടിയുടെ ഓർമ്മകൾ പങ്കുവച്ചു. CCTV ന്യൂസ്, തൃത്താല. കൂറ്റനാട് പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ MT വാസുദേവൻ നായരെയും മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെയും അനുസ്മരിച്ചു. പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങ് സാഹിത്യകാരൻ P രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് C മൂസ പെരിങ്ങോട് അധ്യക്ഷനായി. കവി രാജേഷ് നന്ദിയംകോട്, CS ഗോപാലൻ, TVM അലി, CM വേണുഗോപാൽ കോതച്ചിറ, U വിജയകൃഷ്ണൻ, ആർട്ടിസ്റ്റ് രേവതി വേണു, രാജേഷ് കൊട്ടാരത്തിൽ, AV ശ്രീനിവാസൻ തുടങ്ങി കൂറ്റനാട്ടെ സാംസ്കാരിക പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. തൃത്താല ഹൈസ്കൂളിൽ 1979-80 അധ്യയന വർഷം 10ാം ക്ലാസ് പഠിച്ചവരുടെ കൂട്ടായ്മയായ നിളയോരം 80ന്റെ നേതൃത്വത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഞായറാഴ്ച നടക്കും. വെള്ളിയാങ്കല്ല് പൈതൃക പാർക്കിലാണ് സംഗമം നടത്തുക എന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 5 വർഷം മുമ്പ് രൂപീകരിച്ച നിളയോരം ഗ്രൂപ്പാണ് തൃത്താല ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾക്ക് തുടക്കമിട്ടതെന്നും കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിരവധി പ്രവർത്തനങ്ങൾ, ഒത്തുചേരലുകൾ, യാത്രകൾ എന്നിവ നിളയോരം ഗ്രൂപ്പ് നടത്തിയിട്ടുണ്ടെന്നും സംഘാടകർ പറഞ്ഞു. സഹപാഠികളിൽ അർഹരായവർക്ക് ധനസഹായം നൽകുന്നതിനും അവരെ ചേർത്ത് പിടിക്കുന്നതിനും നിളയോരം മുൻഗണന നൽകുന്നുണ്ട്. ഈ ഗ്രൂപ്പിലെ മുഴുവൻ പേർക്കും 2025-ൽ 60 വയസ്സ് തികയുന്നതിനാൽ ഇത്തവണ ഈ സംഗമത്തിന് 60+ എന്ന വിശേഷണം നൽകിയിട്ടുണ്ടെന്ന് നിളയോരം 80 കൂട്ടായ്മയുടെ ഭാരവാഹികളായ U വിജയകൃഷ്ണൻ, രാധാകൃഷ്ണൻ ആലുവീട്ടിൽ, മൊയ്തീൻകുട്ടി, ജയശ്രീ ഹരിദാസ്, AV ശ്രീനിവാസൻ, അബ്ദുൾ റസാഖ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് ഏതാണ്ട് 5 വർഷത്തിലധികമായി. ഈ വർഷം ഞങ്ങൾക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. 80 SSLC എഴുതിയ അന്നത്തെ വിദ്യാർത്ഥികൾ ഇന്ന് 60 വയസ്സ് തികഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ വർഷത്തെ നിളയോരം 80യുടെ നിളയോരം 80ന്റെ സംഗമത്തിന് പേര് കൊടുക്കുന്നതാണ് നിളയോരം 80 60+ എന്നാണ്. അതിൻ്റെ ഉദ്ദേശം തന്നെ അത് വ്യക്തമാണ്. ഏതാണ്ട് 100-ലധികം പേർ, 150ഓളം പേർ പങ്കെടുക്കുന്ന 60 വയസ്സ് ആഘോഷിക്കുന്ന ഒരു ചടങ്ങാണ് ഞങ്ങൾ 29-ാം തീയതി 29/12/24 തൃത്താല വെള്ളിയങ്കല്ല് പാർക്കിൽ വെച്ച് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിൽ കുറേ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള മറ്റുള്ളവർ കൂടി അറിയുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ ഈ പ്രസ് കോൺഫറൻസ് ഞങ്ങൾ വിളിച്ചിട്ടുള്ളത്. പത്രങ്ങളിലൂടെയോ ചാനലുകളിലൂടെയോ ബന്ധപ്പെട്ട് അറിഞ്ഞ് മറ്റുള്ള എല്ലാവരും പങ്കെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ വേളയിൽ അഭ്യർത്ഥിക്കാനുള്ളത്. നിളയോരം 80യുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ രൂപീകരിച്ചിട്ട് 5 വർഷത്തിലധികമായി ഓരോ വർഷവും ഞങ്ങൾ ഒരു മഹാസംഗമം എന്നുള്ള രീതിയിൽ നടത്താറുണ്ട്. സുവനീറുകൾ തയ്യാറാക്കേണ്ടായി. 2 വർഷങ്ങളിലും കുട്ടികളുടെ നമ്മുടെ ഈ ഗ്രൂപ്പിലെ പങ്കാളികളുടെ സൃഷ്ടികൾ ചേർത്തുകൊണ്ട്, അതുപോലെ കൊച്ചു കൊച്ചു യാത്രകൾ, 2 യാത്രകൾ ഈ അംഗങ്ങളുടെ ടീം അംഗങ്ങൾക്ക് പങ്കെടുക്കുന്ന യാത്രകൾ നടത്തി. അതിൻ്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ ആ അന്നത്തെ സ്കൂൾ കാലഘട്ടങ്ങളിൽ അധ്യയന യാത്ര, പഠനയാത്രയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അന്നത്തെ യാത്രയിൽ പങ്കെടുക്കാൻ കഴിയാത്ത കുട്ടികളാണ് ബഹുഭൂരിപക്ഷവും. അന്നൊക്കെ വളരെ ചുരുക്കം പേർക്കാണ് അത്തരം ഒരു യാത്രയിൽ പണം കൊടുത്ത് പോകാൻ പറ്റുക. ആ ഒരു കുറവ് ഒരു 10-40 വർഷത്തിന് ശേഷം നികത്തുക എന്ന വളരെ രസകരമായ ഒരു അനുഭവം ഒരുക്കാൻ ഈ ഗ്രൂപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അന്നത്തെ കുട്ടികളായിട്ട് അധ്യാപകരും ഒന്നുമില്ലെങ്കിലും അന്നത്തെ കുട്ടികളൊക്കെ ഒത്തുചേർന്ന് മറ്റൊരു യാത്ര, അങ്ങനെ 2 യാത്രകൾ ഞങ്ങൾ പറമ്പിക്കുളത്തേക്ക്, അതുപോലെ ആലപ്പുഴ ബോട്ട് യാത്ര, അങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരുക്കാനൊക്കെ ഈ ഗ്രൂപ്പിന്
എനിക്ക് സാധിച്ചു എന്നത് വളരെ സന്തോഷകരമാണ്. അത് ആവേശകരമായ അനുഭവം തുടരാൻ ഞങ്ങൾ തൽപരരാണ്. ആ ഒരു സന്തോഷം കൂടി പങ്കുവെച്ചുകൊണ്ട് അരീക്കോട് പബ്ലിക് ലൈബ്രറിയുടെയും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൃത്താല മേഖലയുടെയും നേതൃത്വത്തിൽ കുട്ടികളുടെ അവധിക്കാല സഹവാസ ക്യാമ്പ് കുട്ടിക്കൂട്ടം 2024 തുടക്കമായി. അരിക്കാട് GLP സ്കൂളിൽ നടക്കുന്ന ക്യാമ്പ് ലൈബ്രറി കൌൺസിൽ പട്ടാമ്പി താലൂക്ക് സെക്രട്ടറി ടി സത്യനാഥൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. PP സാമ്പൻ അധ്യക്ഷനായി. പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് അംഗം KP രാധ, V കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. 2 ദിവസമായി നടക്കുന്ന സഹവാസ ക്യാമ്പിൽ സാഹിത്യ സംവാദം, മാജിക്കിന്റെ ബാലപാഠങ്ങൾ, ശാസ്ത്ര പരീക്ഷണങ്ങൾ, നക്ഷത്ര നിരീക്ഷണം, നാടകക്കളരി, അനായാസ ഗണിതം, ഒറിഗാമി എന്നീ സെഷനുകൾ ഉണ്ടായിരിക്കും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് കമ്മിറ്റിക്ക് കീഴിൽ വനിതാ വിംഗ് രൂപീകരിച്ചു. ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റിന് കീഴിലാണ് വനിതാ വിംഗ് രൂപീകരിച്ചിരിക്കുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റും പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഇൻഷുറൻസ് പദ്ധതിയുടെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു. ഈ സംഘടന കൊണ്ട് നമ്മുടെ ഈ ഐക്യം കൊണ്ട് എന്ത് നേട്ടമാണ് വ്യാപാരികൾക്ക് നൽകാൻ നമുക്ക് കഴിയുക എന്ന ഒരു വലിയ ആലോചനയിൽ നിന്നാണ് ഇത് പുതിയ പദ്ധതികൾക്ക് അതിൻ്റെ പിറകിലുണ്ടാകും. ഗിരീഷ് സൂചിപ്പിച്ചു, നമ്മുടെ യൂണിറ്റ് ലക്ഷ്യം വയ്ക്കുന്നത് ഒരു 500 രൂപ മുടക്കിയ ഒരു വർഷക്കാലം നാം പ്രതീക്ഷിക്കാത്ത സമയത്തുണ്ടാകുന്ന അപകടങ്ങൾ, അത്തരം അപകടങ്ങൾക്ക് ഒരു സാമ്പത്തിക സഹായം, സുരക്ഷ ഉറപ്പുവരുത്തുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് നാം ആലോചിക്കുന്നത്. 500 രൂപ എന്ന് പറഞ്ഞാൽ ഒരു 2 രൂപ മാറ്റി വെച്ചാൽ പോലും അത് 500 മുകളിൽ. ഒരു ദിവസം 1 രൂപ 1.5 രൂപ മാറ്റി വെച്ചാൽ നമുക്ക് ഈ ഒരു നേട്ടം സ്വന്തമാക്കാം. വനിതാ വിംഗ് യൂണിറ്റ് പ്രസിഡന്റായി ഷീല പ്രസാദിനെയും ജനറൽ സെക്രട്ടറിയായി ശാന്തിനി പ്രവീണിനെയും ട്രഷററായി UP റംലയെയും തിരഞ്ഞെടുത്തു. മണ്ഡലം ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പത്രാസ്, യൂണിറ്റ് ജനറൽ സെക്രട്ടറി സന്തോഷ് ക്രിയേഷൻസ്, ട്രഷറർ അബുൽ ലൈസ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. വള്ളുവനാട്ടിലെ ഉത്സവങ്ങളുടെ തുടക്കമെന്ന ഖ്യാതിയോടെ പ്രശസ്തമായ ആറങ്ങോട്ടുകര മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ആഘോഷിച്ചു. മണ്ഡലകാലം 41 ദിവസം കഴിഞ്ഞു വരുന്ന വെള്ളിയാഴ്ചയാണ് ഉത്സവം നടക്കുന്നത്. ദേവസ്വം കമ്മിറ്റി, പുലാത്തുപറമ്പ് വിഭാഗം, ആറങ്ങോട്ടുകര വിഭാഗം, എഴുമങ്ങാട് വിഭാഗം എന്നീ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ 16 ഗജൻ വീരന്മാരെ അണിനിരത്തിയാണ് ദേവീ സ്വരൂപം എഴുന്നള്ളിച്ചത്. പുറമെ പാക്കനാർ വേല, തിറയും പൂതനും, കാവടിയാട്ടം എന്നിവയും ക്ഷേത്രത്തിലേക്കെത്തി. മഹാഗുരുതി, പൂവഭിഷേകം തുടങ്ങി വിശേഷാൽ പൂജകളും നടന്നു. ആയിരക്കണക്കിന് ഭക്തരാണ് ദർശനത്തിനും പൂരം ആസ്വദിക്കുന്നതിനുമായി എത്തിയത്. പട്ടാമ്പി താലൂക്ക് എയർ വെറ്റനർസ് കുടുംബ സംഗമം വിവിധ പരിപാടികളോടെ നടത്തി. കലാപരിപാടികൾ, ആദരച്ചടങ്ങ് എന്നിവയും ഉണ്ടായിരുന്നു. പട്ടാമ്പി ചോലക്കൽ കല്യാണ മണ്ഡപത്തിൽ വെച്ചാണ് പട്ടാമ്പി താലൂക്കിലെ എയർ വെറ്ററൻസ് കുടുംബ സംഗമം ഒരുക്കിയത്. പട്ടാമ്പി താലൂക്കിലെ സ്ഥിരതാമസക്കാരായ റിട്ടേൺസും ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്നും റിട്ടയർഡായവരും അവരുടെ കുടുംബാംഗങ്ങളും സംഗമത്തിൽ ഒത്തുചേർന്നു. സംഘടനാ പ്രസിഡന്റ് KV ശ്രീധരൻ, സീനിയർ അംഗം ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. മുതിർന്ന അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. വിവിധ പരീക്ഷകളിൽ മികവ് തെളിയിച്ചവർക്ക് ആദരവും നൽകി. വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു.
കാലിശ്ശേരി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പാരഫ്ലീജിയ രോഗികളുടെ സംഗമം നടത്തി. ഉണർവ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മദനമോഹനൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷെറീന, ബ്ലോക്ക് അംഗം ശ്രീവദ, വാർഡ് മെമ്പർമാരായ പ്രേമ, മൊയ്തുണ്ണി, ഹെൽത്ത് സൂപ്പർവൈസർ കമ്മുണ്ണി, ഹെൽത്ത് ഇൻസ്പെക്ടർ സുനിത വാസുദേവ്, ബ്ലോക്ക് PRO ശിവരഞ്ജിനി, പാലിയേറ്റീവ് നഴ്സ് റിജു എന്നിവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളുണ്ടായി. ക്രിസ്മസ് കേക്കും മുറിച്ചു. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.